ഇത് സീനത്ത് 17 വർഷമായി കാഞ്ഞിരപ്പള്ളി പാറത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആശാപ്രവർത്തകയാണ്. വർഷങ്ങൾക്ക് മുൻപേ ഭർത്താവ് ഉപേക്ഷിച്ചു. കടം വാങ്ങി ഏകമകളുടെ വിവാഹം നടത്തി. 2 തവണ അർബുദം സീനത്തിന്റെ ജീവിതത്തിലേക്ക് അതിഥിയായി എത്തി. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ. കാരണം ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. അത് 2005 എനിക്ക് 2004 ആദ്യം തൈറോയിഡിലാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് അത് 3 വർഷത്തിന് ശേഷം വയറ്റിലോട്ടായി. അപ്പോൾ അന്ന് കീമോ, റേഡിയേഷൻ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിന് ഒരു 15 ലക്ഷം രൂപയോളം എനിക്ക് ചിലവായിട്ടുണ്ട്. അത് എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ സഹായിച്ചിട്ടാണ് അന്ന് എനിക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് 2017 രണ്ടാമത് വീണ്ടും എനിക്ക് അസുഖം പിടിപെടുകയും ഞാൻ തിരുവനന്തപുരം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടർ രമേശ് രാജയുടെ ട്രീറ്റ്മെൻറ്റിലാണ്. ചികിത്സയ്ക്കും ജീവിത ചെലവിനുമുള്ള പണം കണ്ടെത്താനാണ് സീനത്തിന്റെ ഈ നെട്ടോട്ടം. എന്നാൽ കടം മാത്രമാണ് ബാക്കി. 7000 രൂപ ഓണറേറിയം, 3000-ൽ താഴെ ഇൻസെന്റീവ്. സീനത്തിന്റെ ഒരു മാസത്തെ ആകെ വരുമാനം എന്ന് പറയുന്നത് 10,000-ൽ താഴെ മാത്രമാണ്. മോക്ക് 5 വയസ്സ് 6 വയസ്സായപ്പോഴത്തേനും ഭർത്താവും ഉപേക്ഷിച്ചിട്ട് പോയി. അന്ന് മുതൽ ഞാനും ഈ മോളും കൂടെ ഒറ്റയ്ക്ക് ഈ വീട്ടിലാണ് താമസിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ +2 വരെ ഇവിടെ നിന്നാണ് അവൾ പഠിച്ചത്. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞപ്പോഴത്തേന് നേഴ്സിംഗ് പഠിക്കാനായിട്ട് കർണാടകയിൽ കൊണ്ടാക്കി. അപ്പോൾ അതിന് എഡ്യൂക്കേഷൻ ലോണായിട്ട് 3 ലക്ഷം രൂപയോളം ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു മാസം എനിക്ക് 4000 രൂപയ്ക്കടുത്ത് അതിൻ്റെ അടയ്ക്കണം. 5000 രൂപയോളം മരുന്നിന് വേണ്ടി ആവശ്യമുണ്ട്. മകളുടെ വിവാഹത്തിന് വേണ്ടി ഒത്തിരി കടങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതിന് ബജാജിൻ്റെ ലോണ്, L&T അങ്ങനെയൊക്കെയുള്ള ലോണുകൾ 50,000 രൂപ വെച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അടയ്ക്കണം. അപ്പോൾ അതൊക്കെ മുടങ്ങി. മരുന്നിന് മാത്രം മാസം വേണ്ടത് 5000 രൂപ. വായ്പാ തിരിച്ചടവ് 7600 രൂപ. ഇപ്പോൾ തന്നെ അധിക ചെലവെന്ന് പറയുന്നത് 2600 രൂപ. ഇനിയുമുണ്ട് ജീവിത ചെലവുകൾ. അതിനൊക്കെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ കൈനീട്ടുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല. സർക്കാർ നമുക്ക് തരുന്ന അരി ഉള്ളതുകൊണ്ട് വേറെ ആരോടും ഒന്നും പറയാതെ അത് കഴിച്ച് ഉള്ളതുപോലെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് നിൽക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഛർദി ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ആ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. വരുമാനത്തെക്കാൾ ചെലവ്, ഭക്ഷണത്തിന് ചെലവാക്കുന്നതിനേക്കാൾ മരുന്നിന് പണം ചെലവാക്കേണ്ട അവസ്ഥ. ഇത് കേവലം ഒരു സീനത്തിന്റെ മാത്രം ജീവിതമല്ല, നമ്മുടെ ചുറ്റിലുമുള്ള ഒരുപാട് സീനത്തുമാരുടെ ജീവിതമാണ്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.